എല്ലാവർക്കും നമസ്കാരം. ഏപ്രിൽ 9 നടന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഞാൻ പ്രവചിക്കുകയാണ്. കഴിഞ്ഞ 30 കൊല്ലമായി ഞാൻ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെയും എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളെയും ഫലം പ്രവചിച്ചിട്ടുണ്ട്. അതിൽ 90 മുതൽ 95% വരെ എപ്പോഴും ശരിയായിട്ടുണ്ട്. ഇത്തവണത്തെ പ്രവചനം അനുസരിച്ച് കേരളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും. അവർക്ക് 87 മുതൽ 88 വരെ സീറ്റും, ഇടത് ജനാധിപത്യ മുന്നണിക്ക് 50 മുതൽ 52 വരെ സീറ്റും, NDAക്ക് 1 മുതൽ 3 വരെ സീറ്റും കിട്ടും. UDFിൽ തന്നെ കോൺഗ്രസ്സിന് തനിയെ 53-54 സീറ്റും, മുസ്ലിം ലീഗിന് 20 സീറ്റും, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് 7 സീറ്റും, RSPക്ക് 2 സീറ്റും, CMPക്ക് 1 സീറ്റും, RMPക്ക് 1 സീറ്റും, കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിന് 1 സീറ്റും കിട്ടും. ഇതുകൂടാതെ 2 സ്വതന്ത്രന്മാരും വിജയിക്കും. അത് ഒന്ന് അമ്പലപ്പുഴയിൽ G. സുധാകരൻ, 2 തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ. LDFിൽ ആകെ 50-52 സീറ്റാണ് കിട്ടുന്നത്. അതിൽ CPMന് തനിയെ 33 മുതൽ 35 വരെ, CPIക്ക് 11 സീറ്റ്, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് 2 സീറ്റ്, NCP 1, ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ 1, നാഷണൽ സെക്യുലർ കോൺഫറൻസ് 1 എന്നിങ്ങനെയാണ്. BJPക്ക് 1 മുതൽ 3 വരെ സീറ്റാണ് കിട്ടുന്നത്. അവർക്ക് ഉറപ്പുള്ളത് നേമത്ത് രാജീവ് ചന്ദ്രശേഖർ വിജയിക്കും. പിന്നെ അവർക്ക് സാധ്യതയുള്ള 2 സീറ്റാണ് വട്ടിയൂർക്കാവും കഴക്കൂട്ടത്തും. വട്ടിയൂർക്കാവിൽ LDF, UDF, NDA സ്ഥാനാർത്ഥികൾ തുല്യ ശക്തികളാണ്. അതുകൊണ്ട് അവിടുത്തെ പ്രവചനം അസാധ്യമാണ്. കഴക്കൂട്ടത്ത് ആണെങ്കിൽ LDFും BJPയും തുല്യശക്തികളാണ്. ഇവരിൽ ഒരാൾ വിജയിക്കും. UDFന് 42.5% മുതൽ 43% വരെ വോട്ട് കിട്ടും. അവർക്ക് 91 മുതൽ 92 ലക്ഷം വരെ വോട്ട് കിട്ടും. LDFന് 37 മുതൽ 38% വരെ വോട്ട് കിട്ടും. അവർക്ക് 81 മുതൽ 82 ലക്ഷം വരെ വോട്ട് കിട്ടും. NDAക്ക് 16 മുതൽ 17% വരെ വോട്ട് കിട്ടും. അവർക്ക് 34 മുതൽ 36 വരെ ലക്ഷം വോട്ട് കിട്ടും. വിജയിക്കുന്ന പ്രമുഖരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, LDF കൺവീനർ TP രാമകൃഷ്ണൻ, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, മുൻ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മന്ത്രിമാരായ KN ബാലഗോപാൽ, P രാജീവ്, VN വാസവൻ എന്നിവർ ഉൾപ്പെടുന്നു. ഇപ്പോഴത്തെ 9 മന്ത്രിമാർ പരാജയപ്പെടും. ശിവൻകുട്ടി, വീണ ജോർജ്, റോഷി അഗസ്റ്റിൻ, R. ബിന്ദു, MP രാജേഷ്, അബ്ദുൾ റഹ്മാൻ, കടന്നപ്പള്ളി രാമേന്ദ്രൻ, OR കേളു, ഗണേഷ് കുമാർ എന്നിവരാണ്. ഇവരെ കൂടാതെ 3 കൊല്ലം മുമ്പ് വരെ മന്ത്രി ആയിരുന്ന അഹമ്മദ് ദേവർകോവിലും പരാജയപ്പെടും. പിന്നെ പരാജയപ്പെടുന്ന പ്രമുഖരിൽ K. സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ, പത്മജ വേണുഗോപാൽ എന്നിവരും ഉൾപ്പെടുന്നു. ഓരോ കക്ഷിയും വിജയിക്കുന്ന മണ്ഡലങ്ങൾ ഇനി പറയുന്നു. കോൺഗ്രസ് വിജയിക്കുന്നത് ഇരിക്കൂർ, കണ്ണൂർ, പേരാവൂർ, മാനന്തവാടി, സുൽത്താൻ ബത്തേരി, കൽപ്പറ്റ, നാദാപുരം, കൊയിലാണ്ടി, നിലമ്പൂർ, വണ്ടൂർ, പൊന്നാനി, തവനൂർ, തൃത്താല, പട്ടാമ്പി, പാലക്കാട്, വടക്കാഞ്ചേരി, തൃശ്ശൂർ, മണലൂർ, നാട്ടിക, ചാലക്കുടി, അങ്കമാലി, ആലുവ, പറവൂർ, വൈപ്പിൻ, എറണാകുളം, തൃപ്പൂണിത്തറ, തൃക്കാക്കര, പെരുമ്പാവൂർ, കുന്നത്തുനാട്, മൂവാറ്റുപുഴ, പീരുമേട്, ഇടുക്കി, ദേവികുളം, ഉടുമ്പൻചോല, കോട്ടയം, പുതുപ്പള്ളി, പൂഞ്ഞാർ, ഹരിപ്പാട്, കായംകുളം, ആലപ്പുഴ, ആറന്മുള, അടൂർ, റാന്നി, കരുനാഗപ്പള്ളി, കുണ്ടറ, കൊല്ലം, പത്തനാപുരം, വർക്കല, വാമനപുരം, കോവളം, കാട്ടാക്കട, നെയ്യാറ്റിങ്കര, അരുവിക്കര എന്നിവയാണ്. ഇത് 53 എണ്ണമാണ്. ഇതുകൂടാതെ വട്ടിയൂർക്കാവിൽ K. മുരളീധരന് സാധ്യതയുണ്ട്, ഉറപ്പില്ല.
മുസ്ലിം ലീഗിന് 20 സീറ്റാണുള്ളത്. മഞ്ചേശ്വരം, കാസർഗോഡ് കുറ്റ്യാടി, കോഴിക്കോട് സൗത്ത് കൊടുവള്ളി, തിരുവമ്പാടി, മഞ്ചേരി, കോട്ടയ്ക്കൽ, പെരിന്തൽമണ്ണ, മങ്കട, ഏറനാട്, വേങ്ങര, തിരൂരങ്ങാടി, തിരൂർ, താനൂർ, മലപ്പുറം, വള്ളിക്കുന്ന്, കൊണ്ടോട്ടി, മണ്ണാർക്കാട്, ഗുരുവായൂർ എന്നിവയാണ്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ജയിക്കുന്ന മണ്ഡലങ്ങൾ തൊടുപുഴ, കടുത്തുരുത്തി, ചങ്ങനാശ്ശേരി, കുട്ടനാട്, കോതമംഗലം, ഇരിങ്ങാലക്കുട, തിരുവല്ല എന്നിവയാണ്. RSP 2 സീറ്റിൽ വിജയിക്കും. അത് ചവറ, കുന്നത്തൂർ എന്നിവയാണ്. RMP വിജയിക്കുന്നത് 1 സീറ്റാണ്. അത് വടകരയിൽ KK രമ. കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് 1 സീറ്റിൽ വിജയിക്കുക. അത് പിറവത്ത് അനൂപ് ജേക്കബാണ്. CMPക്ക് 1 സീറ്റ് കിട്ടും. അത് തിരുവനന്തപുരം മണ്ഡലത്തിൽ CP ജോൺ ആയിരിക്കും. ഇതുകൂടാതെ സ്വതന്ത്രന്മാർ 2 പേര് വിജയിക്കും. 1 അമ്പലപ്പുഴയിൽ G സുധാകരൻ, 2 തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ. CPM വിജയിക്കുന്ന മണ്ഡലങ്ങൾ 33 മുതൽ 35 വരെയാണ്. 1 ഉദുമ, തൃക്കരിപ്പൂർ, പയ്യന്നൂർ, കല്യാശ്ശേരി, അഴീക്കോട്, തലശ്ശേരി, ധർമ്മടം, മട്ടന്നൂർ, പേരാമ്പ്ര, ബാലുശ്ശേരി, ബേപ്പൂർ, കോഴിക്കോട് നോർത്ത്, ഒറ്റപ്പാലം, ഷൊർണൂർ, ആലത്തൂർ, കോങ്ങാട്, തരൂർ, നെന്മാറ, മലമ്പുഴ, ചേലക്കര, കുന്നംകുളം, പുതുക്കാട്, കളമശ്ശേരി, കൊച്ചി, ഏറ്റുമാനൂർ, ചെങ്ങന്നൂർ, മാവേലിക്കര, അരൂർ, കോന്നി, കൊട്ടാരക്കര, ഇരവിപുരം, ആറ്റിങ്ങൽ, പാറശാല എന്നിവയാണ്. ഇത് കൂടാതെ സാധ്യതയുള്ളത് കഴക്കൂട്ടം, വട്ടിയൂർക്കാവ് സീറ്റുകളാണ്. CPI 11 സീറ്റിൽ വിജയിക്കും. 1 കാഞ്ഞങ്ങാട്, ഒല്ലൂർ, കൊടുങ്ങല്ലൂർ, കയ്പമംഗലം, വൈക്കം, ചേർത്തല, പുനലൂർ, ചടയമംഗലം, ചാത്തന്നൂർ, ചിറയൻകീഴ്, നെടുമങ്ങാട്. കേരള കോൺഗ്രസ് M 2 സീറ്റിൽ വിജയിക്കും. 1 കാഞ്ഞിരപ്പള്ളി, N ജയരാജ്, 2 പാലാ, ജോസ് കെ മാണി. ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ 1 സീറ്റിൽ വിജയിക്കും. അത് ചിറ്റൂരിൽ V മുരുകദാസ്. അത് കൂടാതെ ഇനി NCP 1 സീറ്റ് വിജയിക്കും. അത് എലത്തൂർ AK ശശീന്ദ്രൻ. RJD 1 സീറ്റ് വിജയിക്കും. കൂത്തുപറമ്പിൽ PK പ്രവീൺ. ഇത് കൂടാതെ കുന്നമംഗലത്ത് നാഷണൽ സെക്യുലർ കോൺഫറൻസിലെ PTA റഹീം വിജയിക്കും. CPIയിൽ മത്സരിച്ച 4 മന്ത്രിമാരും വിജയിക്കും. പിന്നെ ഈ UDF വിജയിക്കാനുള്ള പ്രധാന കാരണം ന്യൂനപക്ഷങ്ങളിലെ 80% വോട്ടും UDFന് കിട്ടും. അതാണ് UDF വിജയിക്കാനുള്ള പ്രധാന കാരണം. പിന്നെ LDF പരാജയപ്പെടാനുള്ള മറ്റ് ചില കാരണങ്ങൾ ഭരണവിരുദ്ധ വികാരം, അതിൽ പിൻവാതിൽ നിയമനം ഉണ്ട്. പിന്നെ നെൽകർഷകരിൽ നിന്നും നെല്ല് സംഭരിച്ചതിന് 445 രൂപ കുടിശ്ശികയായിട്ടുണ്ട്. വന്യമൃഗ ആക്രമണം, മനുഷ്യരും വളർത്തുമൃഗങ്ങളും പല ജില്ലകളിലും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ശബരിമല അയ്യപ്പ സംഗമം, അത് വളരെ ധൂർത്താണെന്നുള്ള ആരോപണമുണ്ട്. ശബരിമലയിലെ സ്വർണ്ണമോഷണം, PSC റാങ്ക് ലിസ്റ്റിൽ നിന്നും ആളുകളെ നിയമിക്കുന്നില്ല. സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റ് ഹോൾഡേഴ്സ് ശയനപ്രദക്ഷിണം നടത്തിയിട്ടും വളരെ കുറച്ച് പേരെ നിയമിച്ചിട്ടുള്ളൂ. പിന്നെ അതുകൂടാതെ ADM നവീൻ ബാബുവിൻ്റെ ആത്മഹത്യ, സിദ്ധാർത്ഥിൻ്റെ ആത്മഹത്യ, നവകേരള സദസ്സിലെ അഴിമതി, പിന്നെ നേതാക്കന്മാരുടെ ധാർഷ്ട്യം. ഈ അടുത്ത സമയത്ത് കോന്നിയിൽ ചെന്ന് CPMലെ ഒരു സഖാവ് തന്നെ CMA ഒരു ചോദ്യം ചോദിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് നിൻ്റെ വീട്ടിൽ ചെന്ന് ചോദിക്കാനാണ്. പിന്നെ 2ാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷികത്തിന് 100 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. പിന്നെ ഈ നവകേരള സദസ്സ് നടത്തിയതുകൊണ്ട് ജനങ്ങൾക്ക് കാര്യമായ പ്രയോജനമൊന്നും കിട്ടിയിട്ടില്ല. മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാൻ ഒരാൾക്കും കഴിയുകയില്ലായിരുന്നു. നവകേരള സദസ്സ് നടത്താൻ വേണ്ടിയിട്ട് 2 കോടി രൂപ മുടക്കി ഒരു ബസ് വാങ്ങിച്ചു. ഇതെല്ലാം ധൂർത്തായിട്ടാണ് ജനങ്ങൾ കണക്കാക്കുന്നത്. പിന്നെ നവകേരള സദസ്സ് നടത്താൻ വേണ്ടി പല സ്കൂളുകളുടെയും മതിൽ ഇടിച്ചു പൊളിക്കുകയും
അത് വീണ്ടും നിർമ്മിക്കുന്നതിൽ ലക്ഷങ്ങൾ ചെലവാക്കുകയും ചെയ്തു. പോലീസ് സ്റ്റേഷനിൽ നിന്നും പ്രതികളെ ബലമായി ഇറക്കിക്കൊണ്ട് പോയിട്ടുണ്ട്. പോലീസ് ഓഫീസർമാരെ മർദ്ദിച്ചിട്ടുണ്ട്. ഗവൺമെൻറ് ഉദ്യോഗസ്ഥരിൽ 80% വോട്ടും UDF ഇത്തവണ കിട്ടും. ഇടത് സംഘടനയിൽപ്പെട്ടവർ പോലും UDF വോട്ട് ചെയ്യും. ഞാൻ പ്രവചനം നടത്തിയിരിക്കുന്നത് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിൽ നിന്നുമായി 4000 പേരോട് ടെലിഫോണിൽ വിളിച്ച് അഭിപ്രായം ആരാനാണ് ഈ പ്രവചനം തയ്യാറാക്കിയിരിക്കുന്നത്. കാസർഗോഡ് ഒഴിച്ചുള്ള എല്ലാ ജില്ലകളിലും UDFൻ്റെ സീറ്റ് വർദ്ധിക്കും. കാസർഗോഡ് നേരത്തെ UDFന് 2 സീറ്റാണ് ഉണ്ടായിരുന്നത്, ഇപ്പോഴും 2 സീറ്റ് കിട്ടും. മറ്റ് ജില്ലകളിലെല്ലാം തന്നെ UDFന് സീറ്റ് കൂടും. LDF പിടിച്ചു നിൽക്കുന്നത് കണ്ണൂർ, കാസർഗോഡ്, പാലക്കാട് ഈ ജില്ലകളിൽ അവർക്ക് പകുതിയിൽ കൂടുതൽ സീറ്റ് കിട്ടും. പിന്നെ അവർ കുറച്ചെങ്കിലും പിടിച്ചു നിൽക്കുന്നത് കോഴിക്കോട് ജില്ല, തൃശ്ശൂർ ജില്ല, ആലപ്പുഴ ജില്ല, കൊല്ലം ജില്ല, തിരുവനന്തപുരം ജില്ല എന്നിവിടങ്ങളിലാണ്. പിന്നെ മുഖ്യമന്ത്രി ആരാകുമെന്ന് പ്രവചിക്കുന്നത് അസാധ്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളുടെ മനസ്സ് പ്രവചിക്കാനായിട്ട് നമുക്ക് സാധിക്കും കുറേ പേരോട് സംസാരിച്ച് കഴിയുമ്പോൾ. പക്ഷേ നേതാക്കന്മാരുടെ മനസ്സങ്ങനെ പ്രവചിക്കാനായിട്ട് കഴിയുകയില്ല. അതിപ്പോൾ കോൺഗ്രസിൻ്റെ ആണെങ്കിൽ ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്. അത് ആരാണെന്ന് മുൻകൂട്ടി പറയാനായിട്ട് കഴിയത്തില്ല. കോട്ടയം ജില്ലയിൽ LDF ഒരുമാതിരി പിടിച്ചു നിൽക്കുന്നുണ്ട്. അവർക്ക് 9ൽ 4 സീറ്റ് കിട്ടും. കഴിഞ്ഞ തവണ 5 ഉണ്ടായിരുന്നു, ഇപ്പോൾ 4 സീറ്റ് കിട്ടും. മലപ്പുറം ജില്ലയിൽ 16ൽ 16 സീറ്റും UDFന് കിട്ടും. വയനാട്ടിൽ 3 സീറ്റും 3ൽ 3 സീറ്റും UDFന് കിട്ടും. ഇടുക്കിയിൽ 5ൽ 5 സീറ്റും UDFന് കിട്ടും. പിന്നെ UDF മെച്ചപ്പെട്ട പ്രകടനം നടത്തുന്നത് ഇതുകൂടാതെ കോഴിക്കോട്, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലാണ്. അവർക്ക് കഴിഞ്ഞ തവണ മത്സരിച്ചതിൻ്റെ വളരെ കൂടുതൽ സീറ്റ് ഇത്തവണ കിട്ടുന്നുണ്ട്. തിരുവനന്തപുരത്താണെങ്കിൽ 1 സീറ്റ് കിടന്നിടത്ത് ഇപ്പോൾ 7 സീറ്റുണ്ട്. കൊല്ലത്ത് 2 കിടന്നിടത്ത് 6 സീറ്റുണ്ട്. ആലപ്പുഴ 1 കിടന്നിടത്ത് 5 ഉണ്ട്. ഇടുക്കിയിൽ 1 കിടന്നിടത്ത് 5 ഉണ്ട്. പത്തനംതിട്ട ഒന്നും ഇല്ലാതിരുന്നത് 3 സീറ്റ് കിട്ടും. തൃശ്ശൂർ 1 കിടന്നിടത്ത് 7 സീറ്റ് കിട്ടും. എറണാകുളത്ത് 9 കിടന്നിടത്ത് 12 കിട്ടും. പാലക്കാട് 2 കിടന്നിടത്ത് ഇപ്പോൾ 4 ആയിട്ടുണ്ട്. കോഴിക്കോട് 2 സീറ്റ് കിടന്നിടത്ത് 7 സീറ്റ് കിട്ടും. കണ്ണൂർ 2 കിടന്നിടത്ത് 4 സീറ്റ് കിട്ടും. അപ്പോൾ UDFന് പഴയ സ്ഥിതി മെച്ചപ്പെടുത്താതെ കാസർഗോഡ് ജില്ലയിൽ മാത്രമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.